വർഷം 1969 മനുഷ്യൻ ചന്ദ്രനിൽ കാലൂത്തിയത്. അന്നത്തെ ലോക ജനസംഖ്യ എന്ന് പറയുന്നത് 3.6 ബില്യൺ ആയിരുന്നു. ഭൂമിയെപ്പോലുള്ള മറ്റു പ്ലാനറ്റുകൾ പ്രപഞ്ചത്തിലുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് 2009 കെപ്ലർ ടെലിസ്കോപ്പ് ലോഞ്ച് ചെയ്തത്. അന്നത്തെ ലോക ജനസംഖ്യ എന്ന് പറയുന്നത് 6.76 ബില്യൺ ആയിരുന്നു. വർഷം 2153 ആയപ്പോ പാലിയോ 17 എന്നു പേരുള്ള ഒരു സ്പേസ് പ്രോബ് ടാനിസ് എന്നു പേരുള്ള ഒരു ഗ്രഹത്തിൽ ലാൻഡ് ചെയ്തു. അന്നത്തെ ലോക ജനസംഖ്യ എന്ന് പറയുന്നത് 24.34 ബില്യൺ ആയിരുന്നു. ആ സമയത്ത് ഭൂമിയിലാണെങ്കിൽ വെള്ളത്തിനും ഭക്ഷണത്തിനും നല്ല ഷോർട്ടേജ് ആയിരുന്നു. അങ്ങനെ വർഷം 2174 ആയപ്പോ ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി ഭൂമിയിൽ ഒരു യുദ്ധം തന്നെ ആരംഭിച്ചു. ആ സമയത്താണ് എലൈസിയം എന്നു പേരുള്ള സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച് ചെയ്തത്. അങ്ങനെ എലൈസിയം എന്നു പേരുള്ള ആ ഭീമൻ സ്പേസ് ക്രാഫ്റ്റ് ഇപ്പോൾ അതിന്റെ ലക്ഷ്യത്തിനായിട്ട് സ്പേസിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ യാത്ര തുടങ്ങിയിട്ട് 8 വർഷമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിലെ ക്രൂ മെമ്പേഴ്സിന് ഭൂമിയിൽ നിന്നുള്ള അവസാനത്തെ മെസ്സേജ് ലഭിക്കുന്നത്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നിങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മിഷൻ പൂർത്തീകരിക്കേണ്ടതാണ്, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എന്നിങ്ങനെ പറയുന്ന ഒരു മെസ്സേജ് ആണ് അവിടുത്തെ ക്രൂ മെമ്പേഴ്സിന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടെ കടന്നുപോയി. പെട്ടെന്നാണ് അതിനകത്ത് ഹൈപ്പർ സ്ലീപ്പിലായിരുന്ന ഒരു ക്രൂ മെമ്പർക്ക് ബോധം വരുന്നത്. അവൻ ഉടനെ തന്നെ അവന്റെ ആ പോഡിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ഇവനിപ്പോ 8 വർഷമായിട്ട് ഹൈപ്പർ സ്ലീപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സൈഡ് എഫക്ട് എന്ന നിലയിൽ കാര്യങ്ങളൊന്നും തന്നെ അവൻ ഓർമ്മയില്ല. അതായത് അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്നോ എന്താണ് അവന്റെ മിഷൻ എന്നോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അവൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മ വരുന്നില്ല. മാത്രമല്ല അവൻ നോക്കുമ്പോൾ ആ ഏരിയയിലൊന്നും കറണ്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് തെളിച്ചിട്ടാണ് അവൻ അവിടേക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ പരിശോധനയ്ക്കിടയിലാണ് പെട്ടെന്ന് ഒരു പവർ സർജ് ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ആ സ്പേസ് ഷിപ്പ് ആണെങ്കിൽ നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു അവസരത്തിൽ വേറൊരു പോഡും കൂടെ ഓപ്പൺ ആയിട്ട് വരികയാണ്. അതിനകത്താണ് ഇവരുടെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നത്. ഇവന്റെ പേര് ബോവർ എന്നും ഈ ക്യാപ്റ്റന്റെ പേര് പേയ്ട്ടൺ എന്നുമാണ്. ഈ ബോവറിനെ പോലെ തന്നെ ഈ പേയ്ട്ടനും ഒരു കാര്യം ഓർമ്മയില്ല. നീ ആരാണ്, നമ്മളിപ്പോൾ എവിടെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ എന്റെ പേര് ബോവർ എന്നാണ്, നമ്മൾ ഇപ്പോൾ ഉള്ളത് എലീസിയം എന്ന് പറയുന്ന ഒരു സ്പേസ് ഷിപ്പിലാണ്, കുറെ വർഷങ്ങളായിട്ട് നിങ്ങൾ ഹൈപ്പർ സ്ലീപ്പിലാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ഓർമ്മയില്ലാത്തത്, നിങ്ങളെപ്പോലെ തന്നെ എനിക്കും കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സ് ഒക്കെ എവിടെ, ഇതിപ്പോ നമ്മുടെ ഷിഫ്റ്റ് ആണോ, അതുകൊണ്ടാണോ കമ്പ്യൂട്ടർ നമ്മൾ ഉണർത്തിയത് എന്നൊക്കെ അയാൾ വീണ്ടും ചോദിക്കാൻ തുടങ്ങി. എന്നാൽ അതിനൊന്നുള്ള ഒരു ഉത്തരം ബോവറിന് കൊടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒന്ന് നോർമൽ അവസ്ഥയിലേക്ക് ആയതിനു ശേഷം പേയ്ട്ടൺ നേരെ പോകുന്നത് അവരുടെ ആ സ്റ്റേഷന്റെ മെയിൻ ഡോറിന്റെ അടുത്തേക്കാണ്. ആ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് ആണുള്ളത്. ആ സ്പേസ് ഷിപ്പിനകത്ത് ഇവരെ കൂടാതെ വേറെയും ടീമുകളുണ്ട്. അവരുടെ അടുത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആ ബ്രിഡ്ജിലൂടെ മാത്രമേ പോകാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ അവരങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ മെയിൻ ഡോർ ഓപ്പൺ ആക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല അവരവിടെ പരിശോധിക്കുമ്പോൾ ആരോ ആ ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. പക്ഷെ അത് ആരാണെങ്കിലും അയാൾക്കും ആ ഡോർ ഓപ്പൺ ആക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ആ സ്പേസ് ഷിപ്പിന്റെ അവസ്ഥ അതിലെ മൊത്തം കറണ്ടും പോയിരിക്കുകയാണ്. എങ്കിലും അവരിയ്ക്കുന്ന ആ സ്റ്റേഷനിലെ പവർ അവർക്ക് ഓണാക്കാൻ സാധിക്കും. അതിന് അവിടുത്തെ ഒരു സാധനം പിടിച്ച് തിരിച്ചാൽ മതി. ഈ ഒരു അവസരത്തിൽ പേയ്ട്ടൺ ആ കാര്യമാണ് ചെയ്യുന്നത്. അങ്ങനെ ഉടനെ തന്നെ ആ സ്റ്റേഷന്റെ അകത്തെ കറണ്ട് വരുന്നുണ്ട്. അങ്ങനെ പേയ്ട്ടൺ വേഗം ഫോൺ എടുത്തിട്ട് ബാക്കിയുള്ള ടീമിനെ വിളിക്കാൻ തുടങ്ങി. ഈ പേയ്ട്ടൺ ഉള്ളത് 5ാമത്തെ ടീമിലാണ്. ഈ ബോവറിന്റെ കയ്യിൽ അവന്റെ ടീമിന്റെ പേരൊക്കെ ടാറ്റു അടിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് അവർ 5ാമത്തെ ടീമാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായത്. പക്ഷെ അവർ എത്രയൊക്കെ ഫോൺ വഴി ട്രൈ ചെയ്തിട്ടും ആരും അവർക്കൊരു റിപ്ലൈ കൊടുക്കുന്നില്ല. അതെല്ലാം കാണുമ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലൈറ്റ് റൊട്ടേഷന് വേണ്ടി ടീം 4 ഇങ്ങോട്ട് വരേണ്ടതാണല്ലോ, എന്താണ് അവരെ കുറിച്ചൊരു വിവരവും ഇല്ലാത്തത് എന്നാണ് ബോവർ ചോദിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് ഇവിടുത്തെ ഡോറ് തുറക്കാൻ സാധിച്ചിട്ടുണ്ടാവത്തില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരേണ്ട സമയം കഴിഞ്ഞു എന്നാണ് പേയ്ട്ടൺ അതിന് മറുപടി പറയുന്നത്. അയാൾ അത് പറഞ്ഞു തീരുമ്പോഴാണ് അവർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ മറ്റൊരു പോഡും കൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കൂപ്പർ എന്നു പേരുള്ള ഒരാളാണ് അതിനകത്ത് ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷെ അയാൾ അവിടെ കാണുന്നില്ല. ഇയാൾ ഇത് എവിടെ പോയതായിരിക്കും എന്നൊക്കെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വീണ്ടും ഒരു പവർ സർജ് ഉണ്ടാവുന്നത്. അത് കാണുമ്പോൾ ഇതിപ്പോ 2-3 തവണയായി ഇങ്ങനെ പവർ സർജ് ഉണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ സർക്യൂട്ട് ബോർഡിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ്. എത്രയും പെട്ടെന്ന് ഈ സ്പേസ് ഷിപ്പിന്റെ റിയാക്ടർ കോറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതെല്ലാം റീസെറ്റ് ചെയ്തേ പറ്റൂ, അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമാവും എന്നാണ് ബോവർ പറയുന്നത്. ഈ സമയത്താണ് മുകളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവർ നോക്കുമ്പോൾ അത് വെന്റിലേഷന്റെ അവിടെ നിന്നാണ്. ഇനിയിപ്പോ അവർക്ക് പുറത്തേക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ ആ റിയാക്ടർ കോർ കണ്ടുപിടിക്കണം. പക്ഷെ അത് എവിടെയാണ് ഉള്ളതെന്നൊന്നും ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബോവർ വേഗം ആ വെന്റിലേഷൻ വഴി പുറത്തേക്ക് പോകാൻ തുടങ്ങി. വളരെ ഇടുങ്ങിയൊരു വഴിയായിരുന്നു അത്. അതിനകത്തുകൂടെയാണ് ആ ഷിപ്പിനകത്തെ വയറുകളൊക്കെ കടന്നുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് അവൻ അതിന്റെ ഇടയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ പോയി കഴിയുമ്പോഴാണ് പെട്ടെന്ന് അവൻ അവിടെ നിന്ന് താഴേക്ക് വീഴുന്നത്. ഈ സമയം അവൻ നോക്കുമ്പോൾ അവന്റെ അടുത്തായിട്ട് ആരോ നിൽക്കുന്നുണ്ട്. അവൻ വളരെ കഷ്ടപ്പെട്ട് അവിടെ ഒരു ലൈറ്റ് തെളിച്ചു നോക്കുകയാണ്. ആ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അത് ആ കൂപ്പറിന്റെ ഡെഡ് ബോഡി ആയിരുന്നു. അയാളുടെ ആ രൂപം കണ്ട് അവൻ ശരിക്കും പേടിച്ചു പോവാണ്. അങ്ങനെ അവൻ വളരെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ ഒരു ലോക്കറിന്റെ അകത്താണ് ചെന്ന് വീണിരിക്കുന്നത്. അതിലെ ക്രൂ മെമ്പേഴ്സിന്റെ ബൂട്ടുകളാണ് ആ ലോക്കറിന്റെ അകത്ത് സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ അവിടേക്ക് ഒന്ന് സെർച്ച് ചെയ്തതിനു ശേഷം അവൻ കഷ്ടപ്പെട്ട് അതിന്റെ ഡോറ് തുറന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങാണ്.
നിൽക്കുകയാണ്. അവനിപ്പോൾ എത്തി നിൽക്കുന്നത് ആ ഷിപ്പിനകത്തെ ഒരു വലിയ കോറിഡോറിലാണ്. അവിടെ മൊത്തം പരിശോധിക്കുമ്പോഴാണ് അവനൊരു പെണ്ണിനെ കാണുന്നത്. എന്നാൽ അവനെ കണ്ട ഉടനെ തന്നെ ആ പെണ്ണ് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ബോവറും അവളുടെ പുറകെ പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ബോവർ നേരെ എത്തിച്ചേരുന്നത് മറ്റൊരു ഡെഡ് ബോഡിയുടെ അടുത്താണ്. അതിനാരോ തൂക്കിയിട്ടിരിക്കുകയാണ് അവിടെ. അതിന്റെ ആ രൂപമൊക്കെ കണ്ടിട്ട് അവൻ ശരിക്കും പേടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആ ലേഡി അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യുന്നത്. അത് അവനെ കൊല്ലാൻ തുടങ്ങുമ്പോൾ അരുത്, എന്നെ ഒന്നും ചെയ്യരുത്, ഞാനും ഈ ക്രൂവിലുള്ളതാണ് എന്നൊക്കെയാണ് അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഇല്ല, ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് വേണ്ടത് നിന്റെ ബൂട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവൾ അവന്റെ ബൂട്ട് ഊരിയെടുക്കാൻ തുടങ്ങി. ഈ സമയത്താണ് പുറകിൽ നിന്നും ആരോ ടോർച്ച് അടിക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവളാണെങ്കിൽ വീണ്ടും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ ബോവർ ആ ടോർച്ച് അടിച്ചത് ആരാണെന്നൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നാണ് അവിടെ തൂങ്ങി നിന്നിരുന്ന ഡെഡ് ബോഡി മുകളിലേക്ക് പോകുന്നത്. അതിനാരോ അവിടെ നിന്ന് പിടിച്ചു വലിച്ചതാണ്. അതും കൂടെ കാണുമ്പോൾ അവന് ശരിക്കും പേടിയാവാൻ തുടങ്ങി. ബോവർ വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടുകയാണ്. ഈ സമയം അവന്റെ മുന്നിൽ നിന്നും കുറെ ആളുകൾ ലൈറ്റും തെളിച്ചങ്ങോട്ട് വരുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അവനാണെങ്കിൽ ഒരു റൂമിന്റെ അകത്തേക്കാണ് കയറി ഒളിക്കുന്നത്. ഈ സമയം ആ ആളുകൾ അവൻ ശരിക്കും കാണുന്നുണ്ട്. അത് മനുഷ്യരായിരുന്നില്ല, മനുഷ്യരെ പോലെ ഇരിക്കുന്ന ഒരു തരത്തിലുള്ള ജീവികളായിരുന്നു അവറ്റകള്. വളരെ വേഗത്തിലാണ് ആ ജീവികൾ അതിലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് അവനാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ അവൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ സമയം ഒരു ജീവി അവിടെ നിൽക്കുന്നുണ്ട്. അതാണെങ്കിൽ ഒരു വലിയ കുന്തൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് അവൻ വീണ്ടും അവിടെ പതുങ്ങി നിൽക്കാൻ തുടങ്ങി. ഈ സമയം ആ ജീവിയാണെങ്കിൽ അതിന്റെ കയ്യിൽ ആ കുന്തം വെച്ചിട്ട് അവിടെ മൊത്തം കുത്തുന്നുണ്ട്. അങ്ങനെ കുറെ കുത്തിയതിനു ശേഷം നേരത്തെ കണ്ട കൂപ്പറിന്റെ ബോഡി ഉണ്ടായിരുന്നല്ലോ, അത് എടുത്തുകൊണ്ടാണ് ആ ജീവി അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അവൻ ഉടനെ തന്നെ താഴെ ഇരിക്കുന്ന പേറ്റന്റ് അടുത്ത് അവൻ കണ്ട കാര്യങ്ങളൊക്കെ പറയാണ്. ഞാൻ ഇവിടെ കുറെ ആളുകളെ കണ്ടു, പക്ഷെ അവരൊന്നും മനുഷ്യരല്ല, ഒരു തരത്തിലുള്ള ജീവികളാണ് അവറ്റകളൊക്കെ. മനുഷ്യരെയാണ് അവറ്റകൾ തിന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് കൂപ്പറിന്റെ ബോഡി അത് എടുത്തുകൊണ്ട് പോയത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ആ ജീവികളുടെ കയ്യിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പുറത്തു നിന്നും സഹായം നമുക്ക് എത്തിച്ചേ പറ്റൂ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ ഇവിടെ നിന്ന് തിരിച്ചു പോവാം എന്നൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ പേട്ടൻ അവന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഈ സമയം അവരുടെ ഇപ്പോഴത്തെ മിഷൻ എന്താണ് എന്നൊക്കെ അയാൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ വിചാരിക്കുന്ന പോലെ പുറത്തു നിന്നും ഒരാളും ഇങ്ങോട്ട് സഹായത്തിന് വരാൻ പോകുന്നില്ല. മാത്രമല്ല നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു ഭൂമിയിലേക്ക് പോകാനും പറ്റത്തില്ല. അതിനു വേണ്ടിയിട്ടല്ല ഈ ഷിപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഷിപ്പിനകത്തെ കാർഗോയാണ്. നീ ഓർക്കുന്നില്ലേ, നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ടാനീസ് എന്ന ഗ്രഹത്തിലേക്കാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവനും അവന്റെ മിഷനെ കുറിച്ച് ഓർമ്മ വരാൻ തുടങ്ങി. അവൻ കുട്ടിയായിരുന്നപ്പോഴാണ് ഗവൺമെന്റ് ആദ്യത്തെ പ്രോബ് ടാനീസ് എന്ന ഗ്രഹത്തിലേക്ക് അയച്ചത്. ആ ഗ്രഹത്തിൽ ജീവൻ നിലനിർത്താൻ പറ്റുമോ എന്നുള്ള സാധ്യതകൾ കണ്ടെത്താനായിരുന്നു ആദ്യത്തെ പ്രോബ് അയച്ചിട്ടുണ്ടായിരുന്നത്. ആ പ്രോബ് അങ്ങനെ അവിടുത്തെ സാഹചര്യങ്ങൾ മൊത്തം മനസ്സിലാക്കിയതുമാണ്. അവിടെ ജീവൻ നിലനിർത്താൻ പറ്റും. അതിനെ തുടർന്നാണ് 60,000 പേരെ ഈ എലീസിയം എന്ന് പറയുന്ന സ്പേസ് ഷിപ്പിൽ ആ ഗ്രഹത്തിലേക്ക് അയച്ചത്. അതിൽപ്പെട്ടതാണ് ഇവരെല്ലാവരും. അങ്ങനെ ആ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ബോവർ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് താൻ തന്റെ ഭാര്യയെ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് ഇതുപോലൊരു യാത്രയ്ക്ക് പുറപ്പെട്ടത് എന്നാണ് അവനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം പേട്ടൻ വീണ്ടും അവന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നീ എന്താണ് അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? നീ കണ്ട ആ ജീവികൾ സത്യമാണെന്നുണ്ടെങ്കിൽ അവറ്റകൾ എല്ലാവരും കൂടി ഈ ഷിപ്പ് നശിപ്പിക്കും. അതിനു മുമ്പേ നമുക്ക് ഈ ഷിപ്പിന്റെ കൺട്രോൾ വീണ്ടെടുത്തേ പറ്റൂ. എത്രയും പെട്ടെന്ന് ആ റിയാക്ടർ കോർ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ, നോക്കൂ പേട്ടൻ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരിക്കലും അവരെ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് പോരാൻ സാധ്യതയില്ല. അവരും നമ്മളുടെ കൂടെ ഈ ഷിപ്പിലുണ്ടായിരിക്കും. എന്തായാലും ആ ജീവികൾ അവരെ കണ്ടെത്തുന്നതിന് മുമ്പ് നമുക്ക് അവരെ കണ്ടുപിടിക്കണം. ഞാൻ അതിനുള്ള ഒരു ശ്രമം നടത്തി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും ആ കോറിഡോറിലേക്ക് നടക്കാൻ തുടങ്ങി. നീ എന്ത് മണ്ടത്തരമാണ് ബോവർ ഈ കാണിക്കുന്നത്? ഈ ഷിപ്പിന്റെ വലുപ്പം എത്രയാണെന്ന് നിനക്കറിയോ? ഇത്രയും വലിയൊരു ഷിപ്പിൽ എവിടെ ചെന്ന് അവരെ കണ്ടെത്താനാണ്? അതുകൊണ്ട് ഞാൻ പറയുന്നൊന്നും നീ കേൾക്ക്. ആദ്യം നമുക്ക് ഈ ഷിപ്പിന്റെ കൺട്രോൾ വീണ്ടെടുക്കാം. എന്നിട്ട് ഈ ഷിപ്പ് സേഫ് ആക്കിയതിനു ശേഷം നമുക്ക് അവരെ എല്ലാവരെയും കണ്ടെത്താം എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേട്ടുകൊണ്ട് ബോവർ ആണെങ്കിൽ മുന്നോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ നടന്ന് ഒരു ലോക്കർ റൂമിന്റെ അകത്താണ് എത്തിച്ചേരുന്നത്. അവൻ അവിടെ പരിശോധിക്കുമ്പോൾ അതിനകത്ത് നിന്നും അവനൊരു വെപ്പൺ കിട്ടുന്നുണ്ട്. അത് കയ്യിൽ ധരിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അവന് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അതൊക്കെ കയ്യിൽ സെറ്റ് ചെയ്തിട്ട് അവൻ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ആ റിയാക്ടർ കോർ കണ്ടെത്തുക, അതാണ് അവന്റെ ലക്ഷ്യം. പക്ഷെ അങ്ങോട്ട് ഒരുപാട് ദൂരം നടക്കാനുണ്ട്. പേട്ടനാണ് ഏത് വഴിയാണ് പോകേണ്ടത് എന്നൊക്കെ അയാളുടെ കമ്പ്യൂട്ടറിൽ നോക്കി അവന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതുപ്രകാരം അവൻ മുന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നേരത്തെ കണ്ടതുപോലത്തെ ഒരു ജീവി അതിലെ ഓടിപ്പോകുന്നത്. അത് കണ്ട ഉടനെ തന്നെ ബോവർ ആണെങ്കിൽ വേഗം തന്നെ അവിടെ മറിഞ്ഞിരിക്കുകയാണ്. അതിനിടയിലാണ് അവന്റെ കൈ വല്ലാതെ വിറയ്ക്കുന്നത്. അത് കാണുമ്പോൾ അവൻ ഉടനെ തന്നെ പേട്ടന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അല്ല പേട്ടൻ, നിങ്ങൾ ഈ പാൻഡോറം എന്ന അവസ്ഥയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ, പാൻഡോറമോ? നിനക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ആ പേര് ഓർമ്മ വന്നത്? നിനക്കപ്പോഴാ ഈഡൻ മിഷനെ കുറിച്ച് ഓർമ്മ വന്നോ? അയാൾക്ക് സംശയമായി. ഈഡൻ മിഷനോ? അതെന്താണ് സംഭവം? അതേക്കുന്ന പേട്ടനാണെങ്കിൽ ആ ഈഡൻ മിഷനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഇവരിപ്പോ യാത്ര ചെയ്യുന്നത് പോലെ മറ്റൊരു സ്പേസ് ഷിപ്പിൽ സംഭവിച്ചൊരു കാര്യമാണത്. അതായത് ആ സ്പേസ് ഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസറിന് പെട്ടെന്ന് എന്തൊക്കെയോ സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ടായി. അതിനെ തുടർന്ന് അയാളാണെങ്കിൽ അതിലെ മറ്റു ക്രൂ മെമ്പേഴ്സിനൊക്കെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഡോക്ടേഴ്സ് ആ അവസ്ഥയെ വിളിച്ചത് ODS സിൻഡ്രോം എന്നാണ്. എന്നാൽ സ്പേസ് ഷിപ്പിലുള്ളവര് ആ രോഗാവസ്ഥയെ പാൻഡോറം എന്നാണ് വിളിച്ചത്. ആ ഓഫീസർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനാകെ ഭ്രാന്ത് പിടിച്ചപ്പോൾ അവൻ ആ സ്പേസ് ഷിപ്പ് മൊത്തത്തിൽ അങ്ങോട്ട് ഇവാക്യുവേറ്റ് ചെയ്തു. 5000 പേരാണ് അവർ കടന്നിരുന്ന പോഡ് ഉൾപ്പെടെ സ്പേസിലേക്ക് തെറിച്ചു വീണത്. അതായത് അവൻ അമർത്തിയ ഒരൊറ്റ
വട്ടം കാരണം 5000 ആൾക്കാരാണ് സ്പേസിൽ വെച്ച് മരിച്ചുപോയത്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് സ്പേസ് ട്രാവൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു എന്നൊക്കെയാണ് പേട്ടൻ പറയുന്നത്. ഒരു പേടിയോടെയാണ് ബോവർ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ കുറെ മുന്നോട്ട് നടന്നു കഴിയുമ്പോഴാണ് അവൻ വേറൊരാൾ അവിടെ കാണുന്നത്. അയാൾ അവിടെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. പക്ഷെ അവൻ വിചാരിച്ച പോലെ അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അയാൾ കണ്ണു തുറന്നു കാണുമ്പോൾ അവനാണെങ്കിൽ വേഗം തന്നെ ആ റോപ്പ് കട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയം അയാൾ അവന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എന്റെ പേര് ഷെപ്പേഡ് എന്നാണ്, ഞാൻ ഇവിടുത്തെ ടീം 6-ലുള്ളതാണ്. നിങ്ങൾ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. നിങ്ങളുടെ ഷിപ്പ് എവിടെ എന്നൊക്കെയാണ് അയാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഷെപ്പേഡ് വിചാരിച്ചിരിക്കുന്നത് ബോവർ അവനെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിൽ നിന്ന് വന്നതാണെന്നാണ്. അത് മനസ്സിലായതുകൊണ്ട് തന്നെ ബോവർ അവന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നീ വിചാരിച്ച പോലെ ഞാൻ ഭൂമിയിൽ നിന്ന് വന്നതല്ല, ഞാൻ ടീം 5-ലുള്ളതാണ്. ഞാൻ സ്ലീപ്പിൽ നിന്ന് എഴുന്നേറ്റിട്ട് കുറച്ച് സമയം ആയിട്ടുള്ളൂ. നിങ്ങളുടെ ക്യാപ്റ്റനും എന്റെ കൂടെയുണ്ട്. നമുക്ക് ഉടനെ തന്നെ ഇവിടെ നിന്ന് പോകണം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഓ, അപ്പൊ നിനക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾ അയാളുടെ ശരീരത്തിൽ മൊത്തം ഒരു കറുത്ത സാധനം തേക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ബോറിന് സംശയമായി. ഞാൻ എന്റെ ശരീരത്തിലെ മണം പുറത്തേക്ക് പോവാതിരിക്കാൻ ചെയ്യുന്നതാണിത്. നീ വിചാരിക്കുന്ന പോലെ എല്ലാ ജീവികൾ, അവറ്റകൾ വളരെ ഫാസ്റ്റ് ആണ്. അവറ്റകൾ ഇപ്പൊ ഇവിടേക്ക് എത്തും. അതിനു മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ആ ജീവികളൊക്കെ അങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോവാണ്. എന്നാൽ അവർക്ക് അധിക ദൂരം ഓടാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് ആ ജീവികൾ ഒരു കയറിട്ടിട്ട് ആ ഷെപ്പേഡിനെ പിടിക്കുന്നത്. അതിനുശേഷം അയാളെ തൂക്കിയെടുക്കാൻ തുടങ്ങി. അതൊക്കെ കണ്ട് ബോവർ ആണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ ആ ജീവികളെല്ലാവരും ചേർന്നിട്ട് ആ ഷെപ്പേഡിനെ കൊന്നുകളയുന്നു. അതിനുശേഷം അവര് ബോവറിന്റെ പുറകെ ഓടാൻ തുടങ്ങി. അവനാണെങ്കിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടാണ്. പെട്ടെന്നാണ് അവൻ കാല് തെറ്റി താഴേക്ക് വീഴുന്നത്. പക്ഷെ അവന്റെ കാലിൽ ഒരു റോപ്പ് കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ നിലത്തേക്ക് എത്തുന്നില്ല. ഈ സമയം ആ ജീവികളാണെങ്കിൽ ആ റോപ്പ് പിടിച്ച് വലിക്കാൻ തുടങ്ങി. എന്നാൽ അവനെ വലിച്ചു കയറ്റുമ്പോഴേക്കും മറ്റൊരാൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഒരു ഹുഡി ധരിച്ചൊരുത്തനാണത്. വന്ന ഉടനെ തന്നെ അവൻ ആ റോപ്പ് കട്ട് ചെയ്യാണ്. അതിനുശേഷം ബോവറിനെയും കൂട്ടി ഒരു റൂമിന്റെ അകത്തേക്ക് കയറി വാതിലടയ്ക്കുന്നു. അങ്ങനെ കഷ്ടിച്ചാണ് അവർ ആ ജീവികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അവനെ രക്ഷിച്ച ആ മനുഷ്യന്റെ പേര് മാൻ എന്നാണ്. ഇയാൾ അവിടുത്തെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിലുള്ളതാണ്. അങ്ങനെ പരിചയപ്പെട്ടതിന് ശേഷം അവൻ അയാളുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഞാനിപ്പോ ആ റിയാക്ടർ കോർ അന്വേഷിച്ചിട്ടാണ് പോകുന്നത്. ഞാനത് കണ്ടെത്തുന്നത് വരെ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഞാനത് പോയിട്ട് റീസെറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് മാനിനെ അവിടെ നിർത്തിയിട്ട് അവൻ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ പേറ്റൺ ആണെങ്കിൽ ആ സ്റ്റേഷനിൽ ഇപ്പോഴും ഒറ്റയ്ക്കാണ്. അയാൾ അതിനിടയിൽ ആ വാതിലൊക്കെ തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അയാൾക്ക് അത് പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മുകളിൽ നിന്ന് നല്ല രീതിയിൽ സൗണ്ടും വരുന്നുണ്ട്. അതൊക്കെ കേട്ട് അയാൾക്കാണെങ്കിൽ മൊത്തത്തിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അയാൾ നോക്കുമ്പോൾ അയാളുടെ മൂക്കിൽ നിന്നും വല്ലാണ്ട് രക്തമൊക്കെ വരുന്നുണ്ട്. ഇതേ സമയം ബോവർ ആണെങ്കിൽ നടന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവൻ അവിടെയൊക്കെ പരിശോധിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് നേരത്തെ കണ്ട ആ ലേഡി വീണ്ടും അവന്റെ അടുത്തേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ അവള് വീണ്ടും അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം ആ മാനും കാണുന്നുണ്ട്. അവൾ അവനെ ഇടിക്കുന്നത് കാണുമ്പോൾ അവനും ആ ഫൈറ്റിൽ ഇടപെടുകയാണ്. അങ്ങനെ മാനും ആ ലേഡിയും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ലേഡിയുടെ പേര് നാദിയ എന്നാണ്. അവർ തമ്മിൽ ഇങ്ങനെ അടിപിടി കൂടുന്ന കാണുമ്പോൾ ബോവർ ആണെങ്കിൽ അവരതിൽ നിന്ന് പിടിച്ചു മാറ്റുകയാണ്. അതിനുശേഷം കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അടിപിടി കൂടുന്നത്? നമ്മളെല്ലാവരും തന്നെ ഇതിനകത്ത് സർവൈവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഷിപ്പ് നമ്മളുടെ കൺട്രോളിൽ വരണം. എനിക്കത് കൺട്രോളിൽ എടുക്കാൻ പറ്റും. പക്ഷെ അതിന് എനിക്ക് ഇവിടുത്തെ റിയാക്ടർ കോർ കണ്ടെത്തണം. അതിന് നിങ്ങൾ എന്നെ സഹായിച്ചാൽ മാത്രമേ ഈ ഷിപ്പ് നമ്മുടെ കൺട്രോളിൽ വരുത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവൾ അവന്റെ കൂടെ കൂടാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അവർ 3 പേരും ആ റിയാക്ടർ കോറിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ അവർ നടന്ന് ഒരു റൂമിന്റെ മുന്നിലെത്തി. നാദിയപ്പോ ആ റൂം തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ ജീവികളെല്ലാവരും കൂടെ അങ്ങോട്ട് ഓടി വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ ബോവർ ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള ഡിവൈസ് വെച്ചിട്ട് അവറ്റകളെല്ലാവരും ഷൂട്ട് ചെയ്ത് വീഴ്ത്തുകയാണ്. അങ്ങനെ അവറ്റകൾ അവരെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ അവർ അവളുടെ ആ റൂമിലേക്ക് കയറി വാതിലടക്കുകയും ചെയ്യുന്നു. അതിന്റെ അകത്തേക്ക് എത്തിയതിനു ശേഷം അവൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഈ റൂമിനകത്താണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഈ ഷിപ്പിലെ ഇക്കോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലുള്ളതാണ്. ടാനീസ് എന്ന് പറയുന്ന ഗ്രഹത്തിൽ വളർത്തിയെടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഷിപ്പിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാമാണ് ഈ കാണുന്നത്. ഇതിൽ 30% ഇപ്പൊ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇതെല്ലാം ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് ഇതിന്റെ അകത്ത് ഒരു ജനറേറ്റർ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ആ റിയാക്ടർ കോർ റീസെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ജനറേറ്ററിന്റെ പവറും തീരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് ആ ഗ്രഹത്തിൽ എത്തിക്കാൻ സാധിക്കത്തില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൾ പറയുന്നത്. ഈ സമയത്താണ് എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് എന്ന കാര്യം അവൻ അവളുടെ അടുത്ത് പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവളാണെങ്കിൽ ഒരു പുൽച്ചാടിയെ പിടിച്ച് അവന് കൊടുക്കുകയാണ്. നല്ല പ്രോട്ടീനാണ് ഈ സാധനം എന്ന് പറഞ്ഞിട്ടാണ് അവൾ അവനത് കൊടുക്കുന്നത്. നന്നായിട്ട് വിശക്കുന്നതുകൊണ്ട് തന്നെ അവൻ അതിനെ പിടിച്ച് തിന്നുകയും ചെയ്യുന്നു. ഇതെല്ലാം ആ മാനും കാണുന്നുണ്ട്. അവർ ആ പുൽച്ചാടിയെ തിന്നുന്നത് കണ്ടിട്ട് വളരെ അരോചകമായിട്ടാണ് അവൻ ആ കാര്യം ഫീൽ ചെയ്യുന്നത്. ഈ സമയം ബോവർ വീണ്ടും അവളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ടാനീസ് എന്ന ആ ഗ്രഹത്തിലേക്ക് 123 വർഷം യാത്രയുണ്ടല്ലോ. പക്ഷെ 8 വർഷം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മളുടെ കുട്ടികളുടെ കുട്ടികളെ ആ ഗ്രഹത്തിൽ എത്തിക്കാനാണ് ഈ ഷിപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം നമ്മൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊരു മറുപടിയാണ് അവൾ അവന് കൊടുക്കുന്നത്. ഇതേ സമയം പേറ്റൺ ആണെങ്കിൽ ആ സ്റ്റേഷനിൽ തന്നെ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് കുറച്ച് അപ്പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. അവൻ നോക്കുമ്പോൾ ആ പൈപ്പിന്റെ ഇടയിൽ കൂടെ ആരോ അങ്ങോട്ട് കയറി വരുന്നതാണ് കാണുന്നത്. പേറ്റൺ ഉടനെ തന്നെ അയാളെ പുറത്തേക്ക് എടുക്കുകയാണ്. നീ ആരാണ്? നീ എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെ പേറ്റൺ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ എന്റെ പേര് ഗാലോ എന്നാണ്, ഞാൻ ആ ബ്രിഡ്ജിൽ നിന്നാണ് വന്നത് എന്നാണ് അവനതിന് മറുപടി പറയുന്നത്. അവൻ വല്ലാതെ പേടിച്ചിട്ട്
പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് പേട്ടൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അവന് മറുപടി പറയാൻ സാധിക്കുന്നില്ല. ഇതേ സമയം തന്നെ ബോവറും കൂട്ടരും നടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പെട്ടെന്നാണ് അവര് നിൽക്കുന്ന സാധനം താർന്നിട്ട് അവര് താഴേക്ക് വീണു പോകുന്നത്. അവരിപ്പോ വീണിരിക്കുന്നത് മനുഷ്യന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന ഒരു പൂളിലേക്കാണ്. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അവർക്ക്. ഈ സമയം അവർ നോക്കുമ്പോൾ മുകളിലായിട്ട് ആ ജീവികളിൽ ഒരുത്തൻ നിൽക്കുന്നുണ്ട്. അവനാണെങ്കിൽ അവരെ കണ്ടതുമാണ്. പക്ഷെ അവർക്ക് മുകളിൽ ഒരു സാധനം കറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ജീവിക്ക് അവരെ പിടിക്കാൻ സാധിക്കുന്നില്ല. കുറച്ചു സമയം അതിന് ട്രൈ ചെയ്തിട്ട് ആ ജീവിയാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോഴാണ് ആ ജീവി വീണ്ടും അവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അങ്ങനെ അവർ 3 പേരും കൂടെ ആ ജീവിയുമായിട്ട് ഒരു കിടിലം ഫൈറ്റ് നടക്കുകയാണ്. കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ബോവർ ആണെങ്കിൽ ആ ജീവിയെ കൊന്നുകളയുകയും ചെയ്യുന്നു. എന്നാൽ അവർ ആ ജീവിയെ കൊന്നത് മറ്റൊരു ജീവി കണ്ടിട്ടുണ്ട്. അത് ഉടനെ തന്നെ അതിന്റെ കൂട്ടത്തിലുള്ള മറ്റ് ജീവികളൊക്കെ അങ്ങോട്ട് വിളിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ ബോവറും കൂട്ടരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അവരവിടെ നിന്ന് ഓടുന്ന വഴിക്ക് വേറൊരു ക്രൂ മെമ്പറിന്റെ പോഡ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അതിലുള്ള ആളെ കാണുമ്പോൾ ആ ജീവികളെല്ലാം നേരെ ചെന്നിട്ട് അയാളെയാണ് പിടിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ബോവറും കൂട്ടരും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇതേ സമയം തന്നെ പേറ്റൺ ആണെങ്കിൽ ആ ഗാലോയുടെ അടുത്ത് ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ആ ബ്രിഡ്ജിൽ നിന്നാണല്ലോ വന്നതെന്ന് പറഞ്ഞത്. അപ്പൊ നിന്റെ കൂടെയുള്ളവരൊക്കെ എവിടെ? നമ്മളിപ്പോൾ എവിടെയാണുള്ളത് എന്നൊക്കെയാണ് അയാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനൊരു മറുപടി അവൻ കൊടുക്കുന്നില്ല. ആ ചോദിക്കുന്നതിനിടയിലാണ് അവന്റെ ദേഹത്ത് മൊത്തം ബ്ലഡ് ആയിരിക്കുന്ന അയാൾ ശ്രദ്ധിക്കുന്നത്. ഇതൊക്കെ ആരുടെ ബ്ലഡ് ആണ് എന്നും കൂടെ അയാൾ ചോദിക്കുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ക്രൂ മെമ്പേഴ്സിലുള്ള ആളുകളുടെ തന്നെയാണ്. അവർക്കൊക്കെ ആ പാൻഡോറം എന്ന അവസ്ഥ വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. നിവൃത്തിയില്ലാതെ എനിക്ക് അവരെ കൊല്ലേണ്ടി വന്നു. എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ അത് തന്നെ ചെയ്യത്തുള്ളൂ എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഈ സമയം തന്നെ ബോവറും കൂട്ടരും നടന്ന് മറ്റൊരു ചേംബറിന്റെ അകത്താണ് എത്തിയിരിക്കുന്നത്. അവരവിടെയൊക്കെ പരിശോധിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവർ നിൽക്കുന്ന സ്ഥലത്തിന്റെ മുകളിലായിട്ട് വേറൊരുത്തനെ കാണുന്നത്. പക്ഷെ അയാൾ അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം അയാൾ അവരെ സേഫ് ആക്കാണ്. അവൻ ഉടനെ തന്നെ ആ ചേംബറിന്റെ അകത്ത് മൊത്തം ലൈറ്റ് ഇടുകയാണ്. അതിനുശേഷം അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കാൻ തുടങ്ങി. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾ റിയാക്ടർ കോർ അന്വേഷിച്ചാണ് നടക്കുന്നത് എന്നാണ് ബോവർ അതിന് മറുപടി പറയുന്നത്. ഓ അങ്ങനെയാണോ? എങ്കിൽ നമുക്കത് കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് അയാൾ അവർക്ക് കുടിക്കാൻ വേണ്ടി 2 ഡ്രിങ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കുടിച്ചതിന് ശേഷം ബോവർ നാദിയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നമ്മളെ ഈ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ജീവികളുണ്ടല്ലോ, അവറ്റകൾ ശരിക്കും എന്താണ്? വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ നിന്ന് വന്നതാണോ അതോ ഏതെങ്കിലും ലാബിൽ നിന്ന് പുറത്തേക്ക് ചാടിയതാണോ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നീ വിചാരിക്കുന്ന പോലെ വേറൊരു സ്ഥലത്ത് നിന്ന് വന്നതല്ല അവറ്റകൾ. ഈ ഷിപ്പിലുണ്ടായിരുന്ന ആളുകൾ തന്നെയാണത്. നമ്മൾ ഹൈപ്പർ സ്ലീപ്പിലായിരിക്കുമ്പോൾ നമ്മുടെ ഫീഡിംഗ് ട്യൂബിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു എൻസൈം കയറ്റി വിടാറുണ്ട്. നമ്മൾ ടാനിസ് എന്ന് പറയുന്ന ഗ്രഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഗ്രഹവുമായി നമ്മുടെ ശരീരം പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ എൻസൈം നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നത്. അത് കുത്തിവെച്ച ഉടനെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു എവല്യൂഷൻ സ്റ്റാർട്ട് ആവും. എന്നാൽ ആ ജീവികളൊക്കെ ഈ ഷിപ്പിലെ അവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് അഡാപ്റ്റ് ആയിരിക്കുന്നത്. അതായത് ആ എൻസൈം കാരണം മ്യൂട്ടേഷൻ സംഭവിച്ചതാണ് ആ ജീവികൾക്ക് എന്നാണ് അവൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സ് തന്നെയാണോ ജീവികൾ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആ എൻസൈം കയറ്റിയിട്ടില്ലേ? എന്നിട്ട് നമുക്കെന്താണ് മ്യൂട്ടേഷൻ സംഭവിക്കാത്തത്? അവൻ വീണ്ടും ചോദിക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഉണർന്നതിനേക്കാളും ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ആ മനുഷ്യർ ഉണർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് ആ ജീവികളായിട്ട് മാറിയത് എന്നാണ് അവൾ പറയുന്നത്. ഇതെല്ലാം മുകളിൽ നിൽക്കുന്ന ആ മനുഷ്യനും കേൾക്കുന്നുണ്ട്. ഈ സമയം അയാൾ കണ്ട കാര്യങ്ങളൊക്കെ അയാൾ അവരുടെ അടുത്ത് പറയാൻ തുടങ്ങി. ഇവന്റെ പേര് ലീലാൻഡ് എന്നാണ്. ഒരുപാട് വർഷമായി അവൻ ഉണർന്നിട്ട്. അവൻ പറയുന്ന കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പേസ് ഷിപ്പ് ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഈ സ്പേസ് ഷിപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു. ആ സമയത്ത് 3 ആളുകളാണ് ഉറക്കം ഉണർന്നിട്ടുണ്ടായിരുന്നത്. അതിലൊരുത്തൻ ആ ഗാലോ ആയിരുന്നു. ആ മെസ്സേജിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്നൊരു ദിവസം ഭൂമി മൊത്തത്തിൽ നശിച്ചു. ഇനി നിങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങളുടെ മിഷൻ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കേണ്ടതാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭൂമി പൂർണ്ണമായിട്ട് നശിച്ചു എന്ന് പറഞ്ഞപ്പോ ഗാലോയ്ക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. അതിനെ തുടർന്ന് അയാൾക്ക് ആ പാൻഡോറ എന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ അയാൾ ബാക്കിയുള്ള 2 ക്രൂ മെമ്പേഴ്സിനെ കൊന്നു കളഞ്ഞു. പക്ഷെ എന്നിട്ടും അയാൾ നിർത്തിയില്ല. ആ ഷിപ്പിൽ ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ടല്ലോ, ഗാലോ അവരെ എല്ലാവരെയും ഉണർത്തിയിട്ട് അവരിലും ആ പാൻഡോറം എന്ന അവസ്ഥ ഉണ്ടാക്കാൻ തുടങ്ങി. മാത്രമല്ല പരസ്പരം കൊന്നു തിന്നാനാണ് അയാൾ ആ പാസഞ്ചേഴ്സിനെ പഠിപ്പിച്ചത്. അങ്ങനെ അവർ പരസ്പരം കൊന്നു തിന്നാൻ തുടങ്ങി. അതെല്ലാം കണ്ട് വളരെ സന്തോഷത്തോടെ ഗാലോ ആണെങ്കിൽ ആ ഉറക്കത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ബാക്കിയായ പാസഞ്ചേഴ്സിന് മ്യൂട്ടേഷൻ സംഭവിച്ചതാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ജീവികൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ലീലാൻഡ് ഇപ്പോൾ അവരുടെ അടുത്ത് പറയുന്നത്. ഇതേ സമയം ഗാലോയും ഇതേ കഥ തന്നെയാണ് പേറ്റന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഗാലോ ആണ് ആ ക്രൂ മെമ്പേഴ്സിനെ മൊത്തം കൊന്നു കളഞ്ഞത്. അവൻ അതൊക്കെ പറയുമ്പോൾ പേറ്റന്റെ കൈ വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. പെട്ടെന്നാണ് വീണ്ടും ഒരു പവർ സർജ് ഉണ്ടാവുന്നത്. ഈ സമയം ബോവറും കൂട്ടരും നോക്കുമ്പോൾ അവരവിടെ ഒരു ട്രാപ്പിലായിരിക്കുകയാണ്. ആ ലീലാൻഡ് ആണ് അവരവിടെ പെടുത്തിയിരിക്കുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊന്നു തിന്നേ പറ്റൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവരുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ, ഞങ്ങളെ കൊന്നിട്ട് എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനാണല്ലോ ഞങ്ങളെ കൊല്ലുന്നത്. പക്ഷെ ഈ ഷിപ്പില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക്, ആ റിയാക്ടർ കോർ എനിക്ക് റീസെറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ഷിപ്പിനെ നമ്മളുടെ കൺട്രോളിൽ വരുത്താൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുണ്ടെങ്കിലേ ആ ഷിപ്പിനെ റെഡിയാക്കാൻ പറ്റത്തുള്ളൂ എന്ന കാര്യം ലീലാൻഡിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ അവരെ മോചിപ്പിക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ ബോവർ നേരെ പേറ്റിനെയാണ് വിളിക്കുന്നത്. അതിനുശേഷം അയാളോട് സംസാരിക്കാൻ തുടങ്ങി. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ നമുക്കുള്ളൂ.
അതിനുള്ളിൽ ആ റിയാക്ടർ കോറിന്റെ അടുത്തേക്ക് എത്തണം, അതിനുള്ള വഴി ഞങ്ങൾക്ക് പറഞ്ഞതാ എന്നാണ് ബോവർ അയാളുടെ അടുത്ത് പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ പേട്ടൺ ആണെങ്കിൽ അയാളുടെ കമ്പ്യൂട്ടർ നോക്കിയിട്ട് അവർക്ക് ആ വഴി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അത് പ്രകാരം അവരിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ നടന്ന് ഒരിടത്തെത്തുമ്പോഴാണ് മ്യൂട്ടേഷൻ സംഭവിച്ച ഒരു കുട്ടി അവർ കാണുന്നത്. അതിനെ കണ്ട ഉടനെ തന്നെ മാൻ ആണെങ്കിൽ അവനെ കൊല്ലാൻ ഒരുങ്ങിയതാണ്. എന്നാൽ നാദി അതിന് സമ്മതിക്കുന്നില്ല. അവൻ കുട്ടിയല്ലേ, അവന് വെറുതെ വിട്ടേക്ക് എന്നാണ് നാദിയ പറയുന്നത്. ഈ ഒരു അവസരത്തിൽ ആ കുട്ടിയാണെങ്കിൽ ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ പെട്ടെന്നാണ് വലിയൊരു മ്യൂട്ടന്റ് അങ്ങോട്ട് വരുന്നത്. അതിനെ കാണുമ്പോൾ അവർ വേഗം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഈ സമയം തന്നെ ആ ഗ്യാലോ ആണെന്നുണ്ടെങ്കിൽ പേട്ടന്റെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ആ ബോവറിനെ ഇങ്ങനെ സഹായിക്കുന്നത്? വളരെ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ അവന് ബോധം വന്നിട്ട്. ബോധം വരുന്ന സമയത്ത് അവൻ അവന്റെ പേര് പോലും അറിയത്തില്ലായിരുന്നു. ആ അവനാണോ ഈ ഷിപ്പിനെ മൊത്തം സംരക്ഷിക്കാൻ പോകുന്നത്? നമ്മൾ സ്പേസിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഒരു എസ്കേപ്പ് പോഡ് ഉണ്ടല്ലോ, അതുവഴി നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അയാളുടെ മൂക്കിൽ നിന്ന് ചോര വരുന്ന പോലെ അവന്റെ മൂക്കിൽ നിന്നും ചോര വരുന്നുണ്ട്. പക്ഷെ അവൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അയാൾ അതിന് സമ്മതിക്കുന്നില്ല. ബോവറിനെ കൊണ്ട് അത് സാധിക്കും എന്ന് തന്നെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഗ്യാലോയ്ക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സിറിഞ്ച് ഇരിക്കുന്നുണ്ട്. അത് ശരീരത്തിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ ശരീരം മൊത്തം റിലാക്സ് ആവും. അവൻ അത് അയാളുടെ കഴുത്തിലേക്ക് ചൂണ്ടിയിട്ട് അയാളെയും കൊണ്ട് ആ പോഡിന്റെ അടുത്തേക്കാണ് നടക്കുന്നത്. എന്നിട്ട് അയാൾ അതിന്റെ അകത്തേക്ക് കയറ്റാനാണ് അവൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ ഒരു അവസരത്തിൽ പേട്ടൺ ആണെങ്കിൽ അവനെ തള്ളിയിട്ട് ആ പോഡിന്റെ അകത്തേക്ക് കയറ്റി വാതിലടയ്ക്കുകയാണ്. അതിനുശേഷം അവനോട് സംസാരിക്കാൻ തുടങ്ങി. നിന്റെ മനസ്സിപ്പോ നിനക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല നിനക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ അതിനകത്ത് തന്നെ നിന്നാ മതി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നാണ് പേട്ടൺ പറയുന്നത്. ഇതേസമയം ബോവറും കൂട്ടരും ആ റിയാക്ടർ കോറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആ കോറിന്റെ അടുത്തേക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാലമുണ്ട്. അവർ ആ പാലത്തിലേക്ക് കയറുമ്പോൾ ആ പാലം പൊട്ടിപ്പോവാണ്. അത് കണ്ട ഉടനെ തന്നെ മാൻ ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് അത് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഈ സമയം ബോവർ ആണെങ്കിൽ നേരെ താഴേക്കാണ് വീഴുന്നത്. താഴെയായിട്ട് ഒരുപാട് മ്യൂട്ടൻസും കിടക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാവരും ഉറക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവിടെ നടന്ന സംഭവങ്ങളൊന്നും ആ ജീവികൾ കണ്ടിട്ടില്ല. ഈ ഒരു അവസരത്തിൽ നാദിയാണെങ്കിൽ ആ റിയാക്ടർ കോറിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ബോവർ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ വേഗം മുകളിലേക്ക് കയറാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു ശബ്ദം ഉണ്ടായിട്ട് ആ ജീവികളൊക്കെ എഴുന്നേൽക്കുന്നത്. അവറ്റകളെല്ലാവരും കൂട്ടത്തോടെ അവനെ പിടിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ പിടി കൊടുക്കാതെ വേഗം തന്നെ ആ റിയാക്ടർ കോറിന്റെ മുകളിലേക്ക് കയറുകയും ചെയ്യുന്നു. ഈ സമയം മാൻ ആണെങ്കിൽ അവൻ പിടിച്ചിരിക്കുന്ന ബ്രിഡ്ജ് താഴേക്കിടാണ്. അതോടൊപ്പം തന്നെ കുറെ ജീവികൾ താഴേക്ക് വീണുപോവുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ബാക്കിയുള്ളവരൊക്കെ വീണ്ടും മുകളിലേക്ക് വരാൻ തുടങ്ങി. ഈ ഒരു അവസരത്തിൽ മാൻ ആണെങ്കിൽ മറ്റൊരു വഴി പുറത്തേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്നു. കുറെ ആളുകൾ അവനെയും ഫോളോ ചെയ്തിട്ട് അവന്റെ പുറകെ പോവാണ്. അങ്ങനെ ബോവർ വേഗം ചെന്നിട്ട് ആ റിയാക്ടർ കോർ റീസെറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വലിയൊരു എനർജിയാണ് പുറത്തേക്ക് വരുന്നത്. അതിൽപ്പെട്ട് കുറെയൊക്കെ ജീവികൾ ചത്തുപോവുകയും ചെയ്യുന്നു. അങ്ങനെ ബോവറും കൂട്ടരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ആ ജീവികളാണെങ്കിൽ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ ഓടി ഒരിടത്തെത്തുമ്പോഴാണ് ആ ലീലാൻഡ് ഒരു പണി ഒപ്പിക്കുന്നത്. അയാളിപ്പോ ബോവറിനെയും നാദിയെയും ഒരു ചേംബറിനകത്താക്കിയിട്ട് വാതിലടച്ചിരിക്കുകയാണ്. അവർക്കിപ്പോ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. ഈ സമയം മാൻ ആണെങ്കിൽ ഒരു ജീവിയുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ട് അവൻ അതിനെ കൊന്നു കളയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് ഒരു ചെറിയ മ്യൂട്ടന്റ് അങ്ങോട്ട് വരുന്നത്. അത് കുട്ടിയായതുകൊണ്ട് തന്നെ അവൻ അതിനെ കൊല്ലാതെ വിടുകയാണ്. എന്നാൽ ആ കുട്ടി അവൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. പെട്ടെന്ന് അവനൊരു വാളെടുത്തിട്ട് അവന്റെ കഴുത്തിനിട്ടാണ് വെട്ടുന്നത്. അതോടൊപ്പം തന്നെ മാൻ മരിച്ചു പോവുകയും ചെയ്യുന്നു. ഈ സമയം പേറ്റൺ നോക്കുമ്പോൾ ഗ്യാലോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ ആ ചാമ്പർ പൊട്ടിച്ചിട്ട് വെളിയിലേക്ക് കടന്നിരിക്കുകയാണ്. അവന്റെ കയ്യിൽ ഇപ്പോഴും ആ സിറിഞ്ച് ഉണ്ട്. അവനത് ആ പേറ്റന്റെ ശരീരത്തിൽ കുത്തിവെക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് ഒരു സസ്പെൻസ് റിവീൽ ആവുന്നത്. ഈ ഗ്യാലോ എന്ന് പറയുന്നത് പേറ്റന്റെ ഒരു ഹാലൂസിനേഷൻ ആണ്. അതായത് ഇവര് രണ്ടുപേരും ഒന്നാണ്. പേറ്റന്റെ ദുഷ്ട മനസ്സാണ് ഈ ഗ്യാലോ എന്ന് പറയുന്നത്. അയാൾ തന്നെയാണ് ആ ഷിപ്പിലുള്ള ആളുകളെ മൊത്തം ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അവനത് കുത്തിവെക്കുന്നതോടുകൂടെ അവര് രണ്ടുപേരും ഒന്നായിട്ട് മാറുകയും ചെയ്യുന്നു. അങ്ങനെ പേറ്റന്റെ ശരീരത്തിലേക്ക് വീണ്ടും അയാളുടെ ദുഷ്ട മനസ്സ് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അയാൾ നോക്കുമ്പോൾ ആ ലീലാൻഡ് നേരെ അയാളുടെ അടുത്തേക്കാണ് ഓടി വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ പേറ്റൻ ആണെങ്കിൽ ആ സിറിഞ്ച് എടുത്തിട്ട് ലീലാൻഡിന്റെ കണ്ണിനാണ് കുത്തുന്നത്. അതോടൊപ്പം തന്നെ അയാളുടെ പണി തീരുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ബോവറും നാദിയും കൂടെ പേറ്റന്റെ അടുത്തേക്ക് എത്തി. ഈ ഒരു അവസരത്തിൽ അയാൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അയാൾ തന്നെയാണ് ഗ്യാലോ, അയാളാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കാരണം. അയാൾ വലിയ കാര്യമായിട്ട് തന്നെയാണ് അയാൾ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചൊക്കെ ന്യായീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ബോവറിനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അങ്ങനെ അവൻ അയാളുമായിട്ടൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നാദി ഒരു കാര്യം കാണുന്നത്. അവൾ അത് ഉടനെ തന്നെ ബോവറിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവരുടെ ആ സ്പേസ് സ്റ്റേഷന്റെ മുകളിലത്തെ ഡോർ തുറന്നു കഴിയുമ്പോൾ വലിയൊരു മീനിനെയാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയത്താണ് ആ ഞെട്ടിക്കുന്ന സത്യം അവർക്ക് മനസ്സിലാവുന്നത്. അവരുടെ മിഷൻ ഡേയ്സ് അവിടുത്തെ കമ്പ്യൂട്ടറിൽ കാണിക്കുന്നുണ്ട്. അതായത് 923 വർഷമായി അവരുടെ മിഷൻ ആരംഭിച്ചിട്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 800 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ആ ഗ്രഹത്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കടലിലാണ് ആ ഷിപ്പ് പോലുള്ളത്. ഈ ഒരു ഞെട്ടിക്കുന്ന കാര്യമാണ് അവനിപ്പോ തിരിച്ചറിയുന്നത്. ഈ സമയത്താണ് പേറ്റൻ വീണ്ടും വന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നത്. അയാൾ ഇങ്ങനെ അവനെ പിടിച്ച് ഇടിക്കുന്ന കാണുമ്പോൾ നാദി അങ്ങോട്ട് ചെന്നിട്ട് അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു അവസരത്തിൽ അയാളാണെങ്കിൽ നാദിയെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ബോവർ മറ്റൊരു കാര്യം കാണുന്നത്. ആ ജീവികളൊക്കെ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അവൻ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാണ്. എന്നാൽ അത് അവന്റെ ഒരു ഹാലൂസിനേഷൻ ആയിരുന്നു. അങ്ങനെ ഒരു ജീവി അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ ഷൂട്ട് ചെയ്ത കാരണം മുകളിലത്തെ ഗ്ലാസ് മൊത്തം പൊട്ടിപ്പോവാണ്. അതോടൊപ്പം തന്നെ കടൽ വെള്ളം മൊത്തം അതിനകത്ത്
അകത്തേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി. ഈ സമയം ബോവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ നാദിയെയും കൂട്ടിയിട്ട് ഒരു പോഡിന്റെ അകത്തേക്കാണ് കയറുന്നത്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ അത് ഇജക്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ വേഗം തന്നെ ആ പോഡ് കടലിന്റെ ഉപരിതലത്തിലേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർ സേഫ് ആയിട്ട് തന്നെ കടലിന്റെ ഉപരിതലത്തിലേക്ക് എത്തി. ഈ ഒരു അവസരത്തിൽ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. അതായത് ആ ഷിപ്പിനകത്തേക്ക് വെള്ളം കയറി കഴിഞ്ഞപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കിയുള്ള പോഡുകളെ കൂടെ ഇജക്ട് ചെയ്യാണ്. മൊത്തം 1211 പോഡുകൾ ഉണ്ടായിരുന്നത്. അതെല്ലാം കടലിന്റെ മുകളിലേക്ക് ഇങ്ങനെ തെറിച്ച് വീണോണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ട് ആകെ സന്തോഷത്തിൽ നിൽക്കാണ് ബോവർ. അങ്ങനെ ടാനിസ് എന്ന് പറയുന്ന ഗ്രഹത്തിലെ അവരുടെ ആദ്യത്തെ വർഷമായി. ഈ ഒരു സമയത്ത് അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 1213 ആണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലൻ ഒരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.